പ്രശാന്ത് ഏട്ടാ നമസ്കാരം. നമസ്കാരം പ്രേക്ഷകരെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മീഡിയ വൺ ചാനൽ, ആ ചാനലിന് നേരെ ഇപ്പം വലിയ രീതിയിലുള്ള റെയ്ഡ് നടന്നിരിക്കുകയാണ് കോഴിക്കോട്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്തിൻ്റെ പേരിലാണ് ഈ റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്? മീഡിയ വണ്ണിൻ്റെ കോഴിക്കോട് ഓഫീസിൽ നമ്മുടെ പ്രോവിഡൻറ്റ് ഫണ്ട് കമ്മീഷണറാണ് റെയ്ഡ് നടത്തിയത്. ജീവനക്കാരുടെ പ്രോവിഡൻറ്റ് ഫണ്ട് അടയ്ക്കാൻ വേണ്ടി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക അടയ്ക്കാതെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് കുറ്റം. ആ പരാതിയിന്മേലാണ് അതെങ്ങനെയോ വിവരം കിട്ടി. PF സ്വാഭാവികമാണല്ലോ, അടയ്ക്കാതെ വരുമ്പോൾ ഇത് PF അടയ്ക്കാതിരുന്നാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ അവർ റെയ്ഡ് നടത്തി. എനിക്കൊന്നും പരാതി ചിലപ്പോൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരും പരാതിപ്പെട്ടില്ലായിരിക്കാം. 1 വർഷത്തിൽ കൂടുതലായിട്ട് PF അടയ്ക്കുന്നില്ല. ഇത് പരമാവധി ഇവർക്ക് ഒരു ചെറിയ കാലയളവുണ്ട് PF അടയ്ക്കാൻ. ഇപ്പോൾ 2-3 മാസമൊക്കെ ഇളവ് കിട്ടുമായിരിക്കും. എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കൃത്യമായ കണക്കറിയില്ല. എന്നാലും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് പലരും PF അടയ്ക്കാൻ വൈകുന്നുണ്ട്. അപ്പോൾ അതിന് അവർ നോട്ടീസ് അയക്കും. PF ഓഫീസിൽ നിന്ന് നോട്ടീസ് വരും, പല റിമൈൻഡറുകൾ വരും, ഓർമ്മപ്പെടുത്തലുകൾ വരും, ഒക്കെ ചെയ്ത് അങ്ങനെ അവർ സ്ഥാപനങ്ങൾ കൊണ്ട് പൈസ അടയ്ക്കും, കുറച്ച് കുടിശ്ശിക തീർക്കും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പല സ്ഥാപനങ്ങളും ആ രീതിയിൽ പോകുന്നുണ്ട്. പത്രസ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഈ മാസം അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല, അത് അടുത്ത മാസമായിരിക്കും അടയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിരിക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ 1 വർഷമായി ഇത് കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക ഇവരടയ്ക്കുന്നില്ല. അങ്ങനെയാണ് പ്രോവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ PF ഓഫീസിൽ നിന്ന് ഈ റെയ്ഡ് നടന്നത്. പക്ഷേ ആ റെയ്ഡിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അത് എത്ര രൂപ ഇത് അടക്കാതെ വെച്ചിരിക്കുന്നത്, അത് ഡീറ്റെയിൽസ് ഉണ്ടോ? എന്താ, എത്ര രൂപയാണ് അടക്കാതെ വെച്ചിരിക്കുന്നത്? ഇല്ല, അങ്ങനെ പറയുന്നില്ല. 1 വർഷത്തെ ഇതാണ് അടയ്ക്കാനുള്ളത്. ഏതാണ്ടത് വലിയൊരു സംഖ്യ വരും എന്നാണ്. ലക്ഷങ്ങളല്ല, അതിന് മുകളിലേക്ക് പോകും എന്നാണ്. 1 വർഷമായിട്ട് അടച്ചിട്ടില്ല. ഏതാണ്ട് 300 ജീവനക്കാരുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജീവനക്കാരുടെ പരാതിയെ തുടർന്നായിരിക്കുമല്ലോ ഈ റെയ്ഡ് ഉണ്ടായിട്ടുണ്ടാവും. ജീവനക്കാരുടെ പരാതി വേണമെന്നില്ല ഈ റെയ്ഡ് നടത്താൻ. പ്രോവിഡന്റ് ഫണ്ടിന് നേരിട്ട്, കാരണം അത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ, എത്ര മാസം എവിടെയൊക്കെ അടച്ചു എന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് സ്വമേധയാ റെയ്ഡ് നടത്താനുള്ള അധികാരമുണ്ട്. അവർ ആ റെയ്ഡ് നടത്തി. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? കാരണം പല റിമൈൻഡറുകൾ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടയ്ക്കാതെ വന്നപ്പോഴാണ് റെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഇവരുടെ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവരുടെ മറുപടി വന്നോ ഈ സ്വാഭാവികമായില്ല? ഇല്ല, അങ്ങനെ ഇരവാദം, വേട്ടയാടൽ ഇതൊന്നും ഇപ്പം വന്നിട്ടില്ല. അത് താമസിയാതെ വരും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. 6000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അവരുടെ ഈ PF വിഹിതം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ആരാണോ മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റിൻ്റെ ഒരു വിഹിതം കൂടെ അതിലിടണം. അങ്ങനെയാണ്. അതിന് പല കണക്കുകളുണ്ട്. അതനുസരിച്ച് ആ പണം അവിടെ അടയ്ക്കണം, PFലേക്ക് കൈമാറണം. ഇത് ജീവനക്കാർക്ക് അവരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ വലിയൊരു വിഷയം, ഇത് വെറും ഒരു PF റെയ്ഡ് അല്ല. ഈ മീഡിയ വണ്ണിനെ കുറിച്ച് വളരെ ദുരൂഹമായ ഒരുപാട് വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഇവരെ മുമ്പൊരിക്കൽ ഇവരുടെ ചാനലിൻ്റെ റിലേ സംപ്രേഷണം ഇടയ്ക്ക് നിർത്തിവെപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. പിന്നെ അത് പുനഃസ്ഥാപിച്ചു. അന്നത് ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും ഒക്കെ ഒരു വിഷയം ഉണ്ടായി. അറിയാലോ, ഡൽഹിയിൽ ഒരു കലാപം നടന്ന സമയത്ത് CAA-യുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത വാർത്തകൾ, അതിനെ തുടർന്ന് ആ ഡൽഹിയിൽ നടന്ന കലാപത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത രീതി, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും ഒരു പണി കിട്ടിയത്. എന്തായാലും അത് പക്ഷേ നരേന്ദ്രമോദി ഇടപെട്ട് അത് ഇവർ പറയുന്നത് ഞങ്ങളൊന്നും ആരോടും ആവശ്യപ്പെട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അങ്ങനെയല്ല, കയ്യും കാലും ഒക്കെ പിടിച്ചു കരഞ്ഞുകൂവി എന്നൊക്കെയും കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഇടപെട്ടു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ആ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അങ്ങനെ ഒരു മാധ്യമ അസ്വാതന്ത്ര്യം ഇവിടെ വേണ്ട
ഇവിടെ വാർത്തകൾ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ബാൻ ഇവിടെ വേണ്ട, മീഡിയ ബാൻ ഇവിടെ വേണ്ട എന്നുള്ള നിലയ്ക്ക് അത് ഒഴിവാക്കി കൊടുത്തു. അവർ സംപ്രേഷണം വീണ്ടും ആരംഭിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ മീഡിയ വണ്ണിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അതിൻ്റെ മറ്റിടപാടുകളെക്കുറിച്ചുമൊക്കെ ED പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ ഈ പ്രോവിഡൻറ്റ് ഫണ്ട് ഇഷ്യൂവിൽ, പ്രോവിഡൻറ്റ് ഫണ്ട് മുടക്കം വരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവരും സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. ഈ റെയ്ഡിൽ അങ്ങനെ ചില രേഖകളൊക്കെ കണ്ടെടുത്തു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും വിവരങ്ങൾ വരട്ടെ. ഇപ്പോൾ എന്തായാലും ഏജൻസികളിൽ നിന്നൊന്നും ഇതിനെക്കുറിച്ച് അറിയിപ്പ് വന്നിട്ടില്ല. അറിയിപ്പ് വരുന്നതിന് മുറയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ 68,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നാണ്. ഈ ഇസ്ലാം സമൂഹത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി അവരുടേതായ ഒരു ചാനൽ എന്നാണ് ഇവർ, ഈ മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ 68,000 ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങൾക്കുണ്ട്, പങ്കാളികൾ ഞങ്ങൾക്കുണ്ട്, ഓഹരി എടുത്തിരിക്കുന്നവർ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഇതനുസരിച്ച് ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ചാനൽ തുടങ്ങി ഇത്രയും വർഷമായിട്ടും അവർക്ക് ആർക്കും ഈ ഓഹരിയുടെ പങ്ക് കൊടുത്തതായിട്ട്, ലാഭത്തിൻ്റെ പങ്ക് കൊടുത്തതായിട്ട് ഒരു വിവരവുമില്ല. അതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായ ഒരു അറിയിപ്പും മാനേജ്മെൻറ്റ് പുറത്തുവിട്ടിട്ടില്ല. അതൊരു വിഷയം. അതുപോലെ ഈ എവിടെ നിന്നൊക്കെ പണം വരുന്നു, നിങ്ങൾ ഈ പണം ചെലവഴിക്കുന്ന പണത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യം ED ചോദിക്കുന്നുണ്ട്. ഈ PF മുടങ്ങിയത് എന്തുകൊണ്ടാണ്, ഇതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം മാനേജ്മെൻറ്റ് പറഞ്ഞതായിട്ട് ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല, അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. വളരെ ദുരൂഹമാണ്. ഈ ദുരൂഹത മാറേണ്ടതാണ്. ഒരു മാധ്യമ സ്ഥാപനമാണ്, അവരുടെ പോളിസി എന്തു തന്നെ ആകട്ടെ, അവരുടെ ആശയം അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രം എന്തു തന്നെ ആയാലും ഒരു മാധ്യമ സ്ഥാപനമാണ്. മാധ്യമ സ്ഥാപനത്തിൽ പ്രത്യേകിച്ചും ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്ന് നമ്മൾ നിരന്തരം കൊട്ടിഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മാധ്യമ സ്ഥാപനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് കളങ്കരഹിതമായിരിക്കണം, നിയമവിധേയമായിരിക്കണം. യാതൊരുവിധ ദുരൂഹമായ പ്രവർത്തനങ്ങളും അവരിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം അവർ സമൂഹത്തിന് എപ്പോഴും മാതൃകയാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നവരാണ്, തിരുത്തുന്നവരാണ്. അങ്ങനെ തിരുത്തുന്ന മീഡിയ വൺ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും ഈ പ്രോവിഡൻറ്റ് ഫണ്ട് തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തത്. അത് എന്തുകൊണ്ട് മുടങ്ങി എന്ന് ലോകത്തെ അറിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് വെളിപ്പെടുത്തേണ്ടതാണ്. അത് വെളിപ്പെടുത്തിയേ മതിയാവുള്ളൂ. അതൊന്നാമത്തെ കാര്യം. 2, ഇവർ ഈ പറഞ്ഞതുപോലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്, അതിനുള്ള വിശദീകരണം എന്താണ്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വിട്ടുപോയതാകാം, ഒക്കെ ഇരിക്കട്ടെ. പക്ഷേ അതിനും വ്യക്തത വരുത്താൻ മാനേജ്മെൻറ്റ് തയ്യാറാകണം. മാനേജ്മെൻറ്റിന് അതിന് ബാധ്യതയുണ്ട്. അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യവും ഈ പറഞ്ഞതുപോലെ ഈ ചെലവഴിക്കുന്ന പണത്തിൻ്റെ സാമ്പത്തിക ഉറവിടം, സാമ്പത്തിക സ്രോതസ്സ് ഒക്കെ വളരെ സുതാര്യമായിരിക്കണം. അക്കാര്യത്തിൽ നിയമവിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കണം. നിയമവിരുദ്ധമായ ഒരു കാര്യവും ഒരു മാധ്യമ സ്ഥാപനവും ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. പ്രത്യേകിച്ചും സാമൂഹിക ഉത്തരവാദിത്വം വളരെ കൂടുതലുള്ളൊരു വിഭാഗമാണ് മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ, മാധ്യമപ്രവർത്തനം. ഇതിനൊക്കെ ഈ ധർമ്മം, പത്രധർമ്മം, ജനാധിപത്യ ധർമ്മം പാലിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടവരാണ് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും. ആ ബോധത്തോടുകൂടി വേണം ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ. അല്ലാതെ ഇത് ഈ പറയുന്നത് പോലെ ദുരൂഹമായ പുകമറ സൃഷ്ടിച്ച് പ്രവർത്തിക്കരുത്. പ്രത്യേകിച്ചും വലിയ അടുപ്പുകൂട്ടി ചർച്ചയുടെയൊക്കെ ആൾക്കാരാണ്. നല്ല ഭയങ്കര വ്യൂവേഴ്സ് ഒക്കെ കേട്ടോ അതിൽ. അതെ, വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെ, അതിനൊന്നും നമ്മളാരും എതിർത്തില്ല. പക്ഷേ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പാടില്ല. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഈ കുടിശ്ശിക എത്രയും പെട്ടെന്ന് അടച്ചു തീർത്ത് ജീവനക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന നടപടിയിലേക്ക് മാനേജ്മെൻറ്റ്, മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റ് പോകണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്.